സിനിമയ്ക്കപ്പുറത്തേക്ക് പാട്ടുകൾ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അതിന് മറ്റ് ബൗണ്ടറികൾ ആവശ്യം വരുന്നില്ല. വരികളുടെ തീവ്രതകൾ കൃത്യമായിട്ട് വരും. മറ്റുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ പ്രതിരോധമൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഈ ബ്ലൂസും റാപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചേട്ടൻ എന്താണോ ഒരു സങ്കേതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് സാധ്യത കൂടി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഒരു സോഷ്യൽ ട്രെൻഡും ചേട്ടൻ്റെ നിലവിലുള്ള പ്ലാനുകളും ഒക്കെ എങ്ങനെയാണെന്ന് പറയാമോ? നമുക്കൊരു മ്യൂസിക് ഇൻഡസ്ട്രി ഇല്ല കേരളത്തിൽ. നമുക്ക് സിനിമയിലല്ലാതെ മറ്റൊരു മ്യൂസിക് ഉണ്ടെന്ന് തന്നെ അറിയാത്ത ആൾക്കാരാണ്, അംഗീകരിക്കാത്ത ആളുകളാണ് ഉള്ളത്. കാരണം നമുക്ക് എല്ലാം മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന പാട്ടുകളാണ്. അതിൽ സങ്കടമുണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, തത്വ ഫിലോസഫി പറയുന്ന പാട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ കാലം തുടങ്ങിയ ആളുകളിലേക്ക് പതിഞ്ഞ് അങ്ങനെ ഒരു അതാണ് പാട്ട് എന്നുള്ളൊരു പോപ്പുലർ മ്യൂസിക്, ഇതാണ് സാധനം എന്നുള്ളതൊരു നമുക്കൊരു ചിന്തയുണ്ട്. അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ രംഗപ്രവേശം ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പൊ വേടനൊക്കെ വന്ന പോലെ നേരത്തെ അവിയൽ വന്നിട്ടുണ്ട്. അവിയൽ വരുമ്പോഴും അവിയലിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിയൽ ഒരു ഫോക്ക്, നമ്മുടെ നാട്ടിലെ ഫോക്ക് മ്യൂസിക് എടുത്തിട്ട് അതിൻ്റെ വരികൾ എടുത്തിട്ട് അല്ലെങ്കിൽ അതേപോലെയുള്ള വരികൾ അവർ ആ ഒരു കൾട്ടാണ് പ്രതിനിധാനം ചെയ്യാൻ ശ്രമിച്ചത്. നടയാലും അത് എങ്ങണ്ടിയൂർ എഴുതിയതാണ്. പിന്നെ അവരുള്ളത് കാവാലത്തിൻ്റെ പാട്ടെടുത്ത് അവരുടേതായ വർഷങ്ങളിൽ പിന്നെ സി ജെ കുട്ടപ്പൻ്റെ പാട്ടെടുത്ത് അങ്ങനെ കുറേ ഇതാണ് ചെയ്തത്. ഒരു മ്യൂസിക്കൽ ജോണർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. ഒരു ഫോക്ക് കലർന്ന ഒരിത്തിരി പ്രോഗ്രസീവ് റോക്കുള്ള മെറ്റൽ ചെറിയതായിട്ട് അങ്ങനെ തോന്നിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ വേടൻ വരുമ്പോൾ അങ്ങനെയല്ല. വേടൻ വരുമ്പോൾ റാപ്പ് എന്നുള്ളത് പറച്ചിലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. വേടൻ്റെ ഒരു പാട്ടിൻ്റെ വരി എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അതായത് മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാം, തോളോട് തോൾ ചേർന്ന് പോരാടിടാം തോഴ എന്ന് പറയുന്നൊരു വരികളുണ്ട്. അപ്പൊ അത് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന കവിതകളെക്കായൊക്കെ പ്രതിഷേധ കവിതകളെക്കായൊക്കെ ശക്തമാണ്. അത് വേറൊരു അനുഭവമാണ്. അപ്പോൾ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ആസ്വദിക്കുന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതൊരു കാര്യം. പക്ഷെ വരികൾ മൂർച്ചയുള്ള വരികളാണ്. അത് തന്നെയാണ് അയാളുടെ വരികളുടെ പവറാണ് പുള്ളിയുടെ സംഗീതം. അതിലാണ് സംഗീതം അടങ്ങിയിരിക്കുന്നത്. അതൊരു രീതിയാണ്, അഗ്രസീവായിട്ടുള്ളൊരു രീതിയാണ്. ഇനി വേടന്നെ എനിക്ക് തോന്നുന്നത് ഈ അഗ്രസീവ്നെസ് കുറച്ച് വേറെ മെലോഡിക്ക് ആയാലും ചിലപ്പോൾ അത്രയും വിജയിക്കണമെന്നില്ല. ഇപ്പൊ ചുള്ളിക്കാട് അഗ്രസീവായിട്ടുള്ള കവിതകൾ എഴുതിയിരുന്ന സമയത്ത് എഴുതിയ പോലെ പിന്നീട് സമാധാനമായിട്ട് ജോലിയും കൂലി ഇതൊക്കെ ഒരു സ്വസ്ഥതയ്ക്ക് ശേഷമുള്ള വരികൾ അങ്ങനെയൊക്കെ ആളുകൾക്ക് ഇഷ്ടം. പുള്ളി അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. എഴുതി വെച്ച വാക്കുകളുടെ മൂർച്ചകളൊന്നും ഇല്ല. അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇതൊന്നും ചിലപ്പോൾ ഇതിനെ വിമർശിക്കുക ആൾക്കാരില്ല. തനിക്ക് അങ്ങനെ തോന്നി, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ്. പുതിയ ഓഡിയൻസ് വരിക. മറ്റേന്ന് പറഞ്ഞ സിനിമ ആകാശവാണി മാത്രം കേട്ട് പാട്ട് കേട്ടിരുന്ന ആളുകൾ മാറി. പിന്നെ അത് യൂട്യൂബിലേക്കായി. പിന്നെ അത് സ്പോട്ടിഫൈ പോലുള്ള മറ്റ് മ്യൂസിക് സങ്കേതങ്ങൾ വന്നു. ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഇന്ന് ലോകത്തെ എല്ലായിടത്തുള്ള സംഭവങ്ങളും മ്യൂസിക്കുകളും സിനിമയ്ക്ക് അപ്പുറമുള്ള മ്യൂസിക് സങ്കേതങ്ങളും എല്ലാം നമ്മൾ
പുതിയ തലമുറയ്ക്ക് ആക്സസ് ആണ്. അപ്പോൾ അത് പുതിയൊരു സാമൂഹിക മാറ്റം അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ വേൾഡ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് മ്യൂസിക്കിന് അതല്ല, അങ്ങനെ ഇൻഡിവിജ്വൽ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ഈ വർഷത്തിൽ ഇറങ്ങിയ ഈ സിനിമയുമായി അല്ലാത്ത പാട്ടുകൾ ആരൊക്കെയാണ് ഇറക്കുന്നത്, അത് ഒറിജിനൽസ് എത്രയുണ്ട് അതിൽ, അത് ഒരു നമുക്കൊരു ബിൽ ബോർഡ് പോലെ നമുക്കത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ച ഒരു ഏജൻസി വിചാരിച്ച ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ ഇത്ര ഗാനങ്ങൾ അതിൽ നമ്പർ 1 ഇതാണ്, നമ്പർ 2 ഇതാണ്. ഇതിപ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എല്ലാം ലിസ്റ്റ് ചെയ്തില്ലെങ്കിലും ടോപ്പ് 10 നമുക്കൊരു മാസം ലിസ്റ്റ് ചെയ്യാൻ പറ്റിയാലേ ആ 10 പാട്ടുകൾ കേൾക്കാൻ ഈ ടോപ്പ് 10 ആയതുകൊണ്ട് കേൾക്കാൻ ആളുണ്ടാവില്ലേ, അങ്ങനെ കുറച്ചെത്തും. ഇതിപ്പോ ഏതെങ്കിലും രീതിയിൽ വൈറലായാലും മാത്രമേ പാട്ടുകൾ കേൾക്കുന്നുള്ള രസം. കാരണം അതിന് മാത്രം മ്യൂസിക് ആൾക്കാർ ചെയ്യുന്നു. നമുക്കതൊരു ക്വാളിറ്റി നിശ്ചയിക്കാൻ പറ്റും. ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നതിൻ്റെ ഇതുകൊണ്ടല്ല, അത്യാവശ്യം ലിറിക്സിനൊരു ക്വാളിറ്റി, മ്യൂസിക്കിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അത് ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പാട്ടിന്റെ ക്വാളിറ്റി ഒന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഏത് എന്താണ് ഇപ്പൊ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അതൊക്കെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം വേണം, ഇതിനെയൊക്കെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് തീരുമാനിക്കല്ല, ഓ എൻ്റെ പാട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ പാട്ട് ചളമാണ്, ഇത് ചെയ്യണ്ടല്ലോ. ഇതറിയാതെ കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മളിരുന്ന് ചെയ്യുന്നുണ്ട്, പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇത് നാളെ വിവാദമായിട്ടിരുന്നത് ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇത് വിവാദങ്ങളിലേക്ക് പോകില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ പാട്ടുകളുടെ ക്വാളിറ്റി നിശ്ചയിക്കുക എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും ഒരുപോലെ മനസ്സിലാവില്ല. നമ്മളൊരു വാചകം പറഞ്ഞു, ആ വാചകത്തിന് ആനയെ പണ്ട് കണ്ടതുപോലെ തന്നെയാണ്. ചില ആളുകൾക്ക് നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ, നമ്മളെ കുറിച്ച് മുൻവിധി ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം മാത്രം കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അത് വേറൊരു സിനാരിയോയിലാണ് ഒരാൾ കേൾക്കുന്നതെങ്കിൽ അവർക്ക് അത് മാത്രം എടുക്കാം. ഇതിപ്പോ എന്തെടുക്കുന്നു എന്നുള്ളതിനേക്കാളുപരി ഇപ്പോ ഇവിടെ ചേട്ടൻ സംസാരിച്ച സിനിമയ്ക്ക് അപ്പുറത്തുള്ള മ്യൂസിക്കുകളുടെ ഒരു സ്പേസ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ആ വിവാദങ്ങൾക്ക് അപ്പുറം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, മ്യൂസിക് എത്തിക്കാൻ പറ്റണമെന്ന് നല്ല മ്യൂസിക് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ചെയ്യാത്തതിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. ഇതിപ്പോ ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഞാനൊരു പാട്ട് ചെയ്തു, അത് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അടുത്ത പാട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തിനാണെങ്കിൽ ഞാൻ കുറെ പാട്ട് ചെയ്തിട്ട് ഇത് ആരും കേൾക്കുന്നില്ല. മാത്രമല്ല ഈ അടുത്ത കാലത്ത് പണ്ടെപ്പോഴും നമ്മൾ പാടി 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 നടന്നിരുന്ന പാട്ട് എഴുതിയതാര, പാടിയതാര, മ്യൂസിക് ചെയ്തതാരെന്ന് അറിയില്ലാത്ത പലരെയും നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ മുഴുവൻ ഒരു ആയ കാലത്തെ മുഴുവൻ സംഗീത അല്ലെങ്കിൽ സർഗാത്മക ജീവിതം മുഴുവൻ കളഞ്ഞിട്ട് അവസാന നിമിഷങ്ങളിലൊക്കെയാണ് ഇന്നയാളാണ് പാട്ട് പാടിയത്. ആ ഒരു എപ്പിസോഡ് വൈറലാവും. ഷൈൻ്റെ ഗുണവും ആ എപ്പിസോഡ് വൈറലാക്കിയ ആളുകൾക്കാണ്. ഇതിന്റെ സൃഷ്ടാക്കൾക്ക് അങ്ങനെ പൊതുവെ കിട്ടാറില്ല. അപ്പൊ ഞാനിത് ഈ ഒരു യാഥാർത്ഥ്യം അറിയേണ്ടത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മൾ സ്ഥിരമായി കണ്ടു കേട്ട് ശീലിച്ചിരുന്ന മ്യൂസിക്കുകളാണ് നമ്മൾ ഈ തെറാപ്പി, മ്യൂസിക് തെറാപ്പികൾക്കും ഹീലിങ്ങുകൾക്കൊക്കെ അവരവരുടെ ലോകത്തെ പേഴ്സണലൈസ് ചെയ്ത് മാത്രം ആളുകൾ പോകുമ്പോൾ കാലം മാറും. ആ കാലം മാറിക്കഴിഞ്ഞാൽ മ്യൂസിക്കിന് പേഴ്സണലി മാത്രം ഹീൽ ചെയ്തുകൊണ്ട് ഗുണമില്ലാത്തൊരവസ്ഥ വരും. അവിടെയാണ് ഇപ്പോൾ കാണുന്ന ഈ ഇത്രയും അധികം ആളുകൾ പുതിയ റാപ്പേഴ്സിന്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും വരികളുടെ മൂർച്ചയോ, അത് മൂർച്ച കൊണ്ടാണോ, ഇത് വരി മനസ്സിലാവാത്തൊരു ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു മ്യൂസിക്കിന്റെ ബലത്തിൽ അല്ലെങ്കിൽ വരികളുടെ ബലത്തിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ നിൽക്കുന്ന സോഷ്യൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല, ഇതില് ഞാൻ ഒരു പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു തലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും മികച്ച വോയിസ്, ഉദാഹരണത്തിന് യേശുദാസിന്റെ വോയിസ് ആര് പാടിയാലും നമ്മൾ ആ ഒരു തട്ടിൽ വെച്ചിട്ട് തുലനം ചെയ്ത് നോക്കുന്ന ഒരു ഇടപാട്. അതൊക്കെ നമുക്ക് വൈവിധ്യങ്ങളാണ് വേണ്ടത്. നമുക്ക് വെറൈറ്റി, ഒരുപാട് ആളുകളുടെ പാട്ടുകളാണ് വേണ്ടത്. ഒരുപാട് സംഗീത പുതിയതായിട്ട് ചെയ്യുന്ന പുതിയ വരികളാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ എന്നും ഇപ്പൊ ഈ മലയാള സിനിമയിൽ എഴുതുന്ന ആൾക്കാരെ വരി മാത്രം പോരാ. പിന്നെ പുറത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ എൻ്റെ ഞാറക്കിൽ നിന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10 പേരെങ്കിലും ഒരു സിനിമയിലൊക്കെ പാടുന്ന ലെവലിൽ പാടുന്ന ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. അതിൽ കൂടുതൽ എത്ര പേര് ശ്രമിച്ചിട്ടില്ല, ഈ മ്യൂസിക് അനുഭവിച്ചിട്ടില്ല, മ്യൂസിക് രംഗത്തേക്ക് വന്നിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്. അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഈ പാട്ടെന്ന് പറഞ്ഞാലൊന്നും ഇങ്ങനെ ഒരു
ഡിവൈൻ ശബ്ദവും അതൊന്നും അല്ല സത്യത്തിൽ. കൂടുതൽ എഴുത്തുകാർ വേണം പാട്ടിലേക്ക്, പുതിയ പാട്ടുകാർ, മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ രംഗത്തേക്ക് വരണം. നമ്മളിവരെയൊക്കെ കാണണം, പുതിയ ആൾക്കാർ, അവരുടെ ടാലൻറ്റ് നമ്മൾ കണ്ടെത്തണം. ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള പാട്ടുകൾ ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് യേശുദാസിൻ്റെ ഒരു തരങ്ങിണി കാസറ്റിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് നാടോടി നാടൻ പാട്ടുകൾ. അതായത് കിഴക്കേ മാനത്തെ മരമേല് കേൾക്കുന്നൊരു പറയും എന്ന് പറഞ്ഞിട്ട് യേശുദാസ് അതൊരു ഒരു സ്വാഭാവികമായ ശബ്ദം പോലെയല്ല. യേശുദാസിൻ്റെ മധുര മൂറുന്ന ശബ്ദത്തിലാണ് നമ്മൾ ഈ നാടൻ പാട്ട് പോലത്തെ ഒരു സാധനം നമ്മൾ കേൾക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു ഇത്രയും കൂടി അത്ര മധുരമല്ലാത്ത ഒരു ശാസ്ത്രീയം അറിയാവുന്ന ശാസ്ത്രീയ സംഗീതം പാടാൻ കഴിയുന്ന ഒരാളല്ലാതെ ഒരാൾ ഒരു ഫോക്ക് ടച്ചുള്ള ഒരു ശബ്ദമാണെങ്കിൽ അത് കുറച്ചും കൂടി രസമാകുമായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് ആകെ ഒരു ഓപ്ഷനുള്ളൂ, എല്ലാത്തിനും ഓരോ ഓപ്ഷനുള്ളൂ. നാടൻ പാട്ട് പാടണം, വെസ്റ്റേൺ മ്യൂസിക് പാടണം, സങ്കടഗാനം പാടണം, സന്തോഷം പാടണം, എല്ലാം യേശുദാസ് എന്നുള്ള അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ കേട്ടേക്കണം. വേറെ ശബ്ദങ്ങൾ നമ്മൾ അധികം കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് അതൊക്കെ ഇപ്പോൾ വേറെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾക്കത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ അത് ആ പാട്ട് ജയചന്ദ്രൻ പാടിയത് അല്ലെങ്കിൽ വേറെ ആര് പാടിയത് ഒരു പക്ഷെ നന്നാവില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പാടാൻ അവസരം കിട്ടിയോണ്ടാവും. അതുപോലെ അത് അവസരം കിട്ടാതെ പോയ ആൾക്കാരും അവസരം മുതലാക്കാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ആളുകളെ കേൾപ്പിക്കാൻ സാധിക്കും. നമുക്ക് അതിലൊരു എഫർട്ട് എടുക്കണം. ഒരുപാട് മ്യൂസീഷ്യന്മാർ വേണം, ഒരുപാട് പുതിയ എഴുത്തുകാർ വേണം, എല്ലാം പുതിയ പിള്ളേരൊക്കെ വന്ന് ഇൻസ്ട്രുമെന്റിലൊക്കെ വായിച്ചങ്ങൾ തുടങ്ങട്ടെ എന്ന്. അവരത് ചെയ്യട്ടെ, അവരാസ്വദിക്കട്ടെ. ശരിയോ തെറ്റോ ഈ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ വെച്ചുള്ള സ്കെയിലുകൾ വെച്ചുള്ള അളവ് പോലെ പിന്നീടാണ്. ആദ്യം അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് ഇത്തരത്തിലൊരു ആസ്വാദനത്തിന്റെ എനിക്ക് പെട്ടെന്ന് ഒറ്റ കേൾവിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായ ചേട്ടൻ്റെ ഒരു പാട്ടാണ് പാവമ്പ. അപ്പോൾ പാവമാണ് പാവങ്ങളുടെ തൊഴനാണ് എന്ന് പറയുന്ന ഒരു സാധനം. അതിന്റെ വരികൾ എന്താണോ, അതിന്റെ ഒരു എഴുത്തിന്റെ പശ്ചാത്തലം എന്താണോ നമുക്കറിയത്തില്ല. ആദ്യത്തെ കേൾവിൽ തന്നെ അതാണ് ഈ സംഗീതത്തിന്റെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അസാധ്യമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ച് കാണുന്നത് എന്താണ് ആക്ച്വലി പാവമ്പ? പാവമ്പ ഇപ്പം ഞാനും താങ്കളും നമുക്ക് പാവമ്പയായിട്ട് കുറച്ച് സിംപ്ലൻസ് ഉണ്ട്. എനിക്കുണ്ട്, തനിക്കുണ്ട്, താങ്കൾക്കുണ്ട്. പാവമ്പ ബേസിക്കലി ഒരു ആശയമാണ്, ഒരാളാണ്, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ സാധാരണ നമ്മൾ പാട്ടുകളിൽ വരികളൊക്കെ എഴുതുമ്പോൾ ഒരു ഞാനതിന് വ്യത്യസ്തമായിട്ട് സറ്റേറിക്കൽ ആയിട്ടാണ് ഒരു കോമിക് അംശമുണ്ട് പാവമ്പനെ അവതരിപ്പിക്കുന്നതിൽ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പാവമ്പ എന്ന് പേരുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. ഞാൻ കാർട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടംപററി സെൻറ്റർ ഫോർ ആർട്ടിന് വേണ്ടി കൊച്ചിയിലെ സ്ഥാപനം, അവിടെ അവരുമായിട്ട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നാടകങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അതിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമകളിലൊക്കെ സജീവമായിട്ടുള്ള ആളാണ് പാവമ്പ. അപ്പോൾ പാവമ്പ അന്ന് എപ്പോഴും നമ്മൾ കാണുന്നത് അന്ന് പാവമ്പ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി മാത്രമല്ല, പാവമ്പ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ നമ്മളോട് സഹകരിച്ചിരുന്ന ആളുകളിൽ മിക്കവരും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന ക്യാമറമാരുണ്ട്, അല്ലെങ്കിൽ തിരക്കഥയും കഥ കേൾപ്പിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ അഭിനയിക്കാൻ വേണ്ടി ഓരോ അവസരങ്ങളിൽ ഓരോ സ്ഥലത്ത് പോയി ക്യാമ്പുകളിൽ പങ്കെടുക്കണം, അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളുണ്ട്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഞാനത് ഡിറ്റാച്ചഡായിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോഴേക്കും എനിക്ക് ആ ഒരു സ്ട്രഗിൾ, അവർ ചെയ്യുന്ന പ്രയത്നങ്ങൾ, നാട്ടിൽ നിന്ന് കൊല്ലത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആളാണ് പാവമ്പ, ഇവിടെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ചാൻസസ് കാര്യങ്ങളൊക്കെ വേണ്ടി. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പൊതുവിൽ ഒരു സക്സസ്ഫുൾ ആകാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാവമ്പ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള പാട്ടാണ് അത്. പാവമാണ് പാവങ്ങളുടെ
തോഴനാണ്, പട്ടിണി പരുവമാണ്, പനിനീർ മലരാണ്, പാവുമ്പ പാവമാണ്, പാവങ്ങട തോഴനാണ്, പട്ടിണി പരുവമാണ്, പനിനീർ മലരാണ്. പല നാളിൽ കാണുന്നുണ്ടവൻ മാനം മുട്ടും സ്വപ്നങ്ങൾ, പതിവായി കൊഴിയുന്നുണ്ട് വിരിയും മുമ്പാ പുഷ്പങ്ങൾ. പല നാളിൽ കാണുന്നുണ്ടവൻ മാനം മുട്ടും സ്വപ്നങ്ങൾ, പതിവായി കൊഴിയുന്നുണ്ട് വിരിയും മുമ്പാ പുഷ്പങ്ങൾ. പരിഹാസം വകവെക്കില്ല പാവം പാവം പാവുമ്പ, പരിഭവം തെല്ലുമില്ല പാവം പയ്യൻ പാവുമ്പ. പക കൊണ്ടു നടക്കുന്നവനല്ല, പാൽപുഞ്ചിരി തൂകുന്നവനാണ്, പൊന്നാണ് പൊരുളാണ് പുലിയാണ് ഞങ്ങളുടെ പനിനീർ മലരാണ്. പാവുമ്പ പാവമാണ്, പാവങ്ങള തോഴനാണ്, പട്ടിണി പരുവമാണ്, പനിനീർ മലരാണ്. ചേട്ടൻ ചെയ്യുന്ന ഒരു മ്യൂസിക് എനിക്ക് ഹീൽ ചെയ്യപ്പെടാതിരിക്കാം. അത് പാട്ടുണ്ടാക്കുന്നതും പേഴ്സണലൈസ്ഡ് ആണ്, പാട്ട് ആസ്വദിക്കുന്നതും പേഴ്സണലൈസ്ഡ് ആണ്. ഇതിനിടയിലുള്ള കണക്ഷനും ഡിറ്റാച്ച്മെന്റും ഒക്കെ ആക്ച്വലി മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക് വർക്കായാലും മ്യൂസിക് ആളുകളിലേക്ക് എത്തപ്പെടും, പേഴ്സണലായിട്ട് അനുഭവിക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു പാട്ട് ഇന്ന ജോണറിലാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ പാടിയതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ മ്യൂസിക് ചെയ്തതാണ്, ഇന്ന ആൾ എഴുതിയതാണ് എന്നതുകൊണ്ടൊന്നും അങ്ങനെ പാട്ടിന് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾക്ക് അതെല്ലാം ഈ മ്യൂസിക്കിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് ശരിക്കും ഇല്ലാത്തൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരു സാധനം. പക്ഷെ അത് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് അതിനിടയിൽ നമ്മൾ പോകും. നമുക്ക് സമയം ഇപ്പോൾ 100 1000 കണക്കിന് പാട്ടുകൾ നമ്മൾ മൊബൈലിൽ കിടക്കണം, ചിലപ്പോൾ കേൾക്കണമെന്നൊന്നുമില്ല, ഇല്ലേ? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ ടേപ്പ് റെക്കോർഡറുകളും കാസറ്റുകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ കേട്ട് രാത്രി മുഴുവനും തിരിച്ചും മറിച്ചും പെൻസിൽ ചുറ്റിയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊരു അന്ന് എനിക്കിപ്പോൾ അന്നൊന്നും മ്യൂസിക് കേൾക്കാൻ പറ്റില്ല. എങ്കിലും അപ്പോൾ ഇതൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും ഒക്കെ ഓരോ രീതിയിലായിരിക്കും മ്യൂസിക് നമുക്ക് എഫക്റ്റ് ആവുന്നത്. മ്യൂസിക്കിന് അത് ഹീൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എനിക്ക് എല്ലാം ചിലതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ചിലതൊക്കെ പ്യുവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്, പിന്നെ ഓരോ പർപ്പസിന് വേണ്ടിയാണ്. പാട്ടിന് റീച്ച് വേണമെന്ന് പോലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ല, ആഗ്രഹിക്കാം. അങ്ങനെ നമ്മൾ എൻ്റെ പാട്ട് ഞാൻ ഇത്ര നന്നായിട്ട് ഒരു പാട്ട് ചെയ്തിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഒരു പാട്ട് നമ്മൾ പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലല്ല. പാട്ടുകാരന് പൊളിറ്റിക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകാമോ? ഒന്നും കൂടി വ്യക്തമായിട്ടിരിക്കുക. അതായത് ഒരാളുടെ വരികൾ തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടതും അദ്ദേഹം മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം ഉണ്ടാകും. എന്താണ് ചോദിക്കാൻ? അതായത് ഇപ്പോൾ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ആള് പൊളിറ്റിക്കലായിരിക്കണം, അല്ലെങ്കിൽ അപ്പൊളിറ്റിക്കലായിട്ട് തൻ്റെ ജോലി മാത്രം ചെയ്ത് പോയാൽ മതിയോ? അത് തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയം, വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണമെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് പാർട്ടി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും എൻ്റെ ബാൻഡിൻ്റെ മോട്ടോ തന്നെ ബ്രദർഹുഡ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ്. ബ്രദർഹുഡ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയാൻ കാര്യം സിസ്റ്റർഹുഡ് ഓഫ് എന്ന് പറഞ്ഞ പ്രയോഗം ഇല്ലാത്തതുകൊണ്ടാണ്.
നമ്മൾ ഉദ്ദേശിക്കുന്ന സാഹോദര്യം തന്നെയാണ്. എല്ലാ മനുഷ്യരുടെയും സാഹോദര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ ഈ ദേശീയതയോ രാജ്യമോ ഒന്നും പ്രശ്നമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഒരു സാഹോദര്യം ഉണ്ടാവും. കാരണം നമ്മളെല്ലാം പറഞ്ഞ പോലെ സാപ്പിയൻസ് ആണല്ലോ. എല്ലാ മനുഷ്യരും, എല്ലാ കഷ്ടപ്പെടുന്ന മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരോടുള്ള ഒരു സ്നേഹം, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ രാഷ്ട്രീയം. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ആ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സംഗീതത്തോടു കൂടി തന്നെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ആ വൈൻഡപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു 1-2 വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, സംഗീതത്തിൻ്റെ വഴികളിൽ, സ്വതന്ത്ര സംഗീതത്തിൻ്റെ ആണെങ്കിലും സിനിമ സംഗീതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിലും മുന്നേറാൻ കഴിയട്ടെ. കൂടുതൽ ആളുകളിലേക്ക് ജോഷേട്ടൻ്റെ പാട്ടുകളിൽ പറയുന്ന പൊളിറ്റിക്സും ഈ പറയുന്ന ലോകസ്നേഹവും ബ്രദർഹുഡും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ ഒരു വൗ ഫെസ്റ്റിൻ്റെ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായതിന് ഒരുപാട് ഇങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. കാരണം നമ്മളൊന്നും അത്ര അറിയപ്പെടുന്ന ഒരാൾക്കാരൊന്നുമല്ല ഈ ലോകത്ത്. വളരെ ചെറിയ രീതിയിൽ മ്യൂസിക്കൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. മ്യൂസിക് ആക്ച്വലി മ്യൂസീഷ്യൻ എന്നുള്ളതൊക്കെ എന്നെ വിളിച്ചതാണെങ്കിലും ഞാനൊരു ഫുൾ ടൈം മ്യൂസീഷ്യനോ അങ്ങനെ ആ താളൊന്നുമല്ല. ഞാൻ കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്ന, എന്നാലും എൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എഴുതുകയും ചെയ്യും, വായിക്കുകയും ചെയ്യും, പിന്നെ യാത്രയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മ്യൂസിക് കൂടി ഉണ്ട്. ഇപ്പോൾ ഇത്തിരി പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന മ്യൂസിക് ആണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. അതുകൊണ്ട് അതും കൂടിയാണ് നിങ്ങളെന്നെ വിളിച്ചത്. അപ്പോൾ എന്നെ വിളിച്ചതിനും സംസാരിച്ചതിന് നമ്മുടെ കാര്യങ്ങൾ പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്കും നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. മാമതിരിട്ട മതിലുകൾ കിരുപുറം ഒരുപോലെ പെയ്യുന്ന മഴ പോലെ സ്നേഹം നമുക്ക് വേണം. നാം ചോരച്ചാൽ കീറി വരമ്പിട്ട അതിരുകൾ മുറിച്ചെറിഞ്ഞൊഴുകുന്ന പുഴ പോലെ സ്നേഹം നമുക്ക് വേണം. കറുപ്പോ വെളുപ്പോ തവിട്ടോ മഞ്ഞയോ ഈ ഭൂമി തൻ മക്കൾ നാം ഒന്നെന്ന ബോധ്യം നമുക്ക് വേണം. ജീവന്റെ കവചമായി അണയാത്ത ജ്വാലയായി വിശ്വസംഗീതമായി മാറുന്ന സ്നേഹം നമുക്ക് വേണം. നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട കാവട്യങ്ങൾ, നമുക്ക് വേണ്ട കണ്ണീരുണങ്ങാത്ത തിരിശങ്ങൾ, നമുക്ക് വേണ്ട യുദ്ധങ്ങൾ, നമുക്ക് വേണ്ട വീരസ്യങ്ങൾ, നമുക്ക് വേണ്ട